ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ അത് ഒരുങ്ങിക്കെട്ടി വീണ്ടും വടക്കുമലയ്ക്ക് ഒരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ വടക്കുമലയ്ക്ക് പോവാണ് കേട്ടോ. പോണത് എന്താ വെച്ചാൽ നാളെ അവിടെ സൽക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തലേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പോൾ പോണ വഴിക്ക് സാധനങ്ങളും ഇതൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഷെമി വന്നിക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ സമയമില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അത് നമ്മൾ പോരാൻ കേട്ടോ. അപ്പോൾ ഷെമിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഈ ഫ്രണ്ടാണ് കേട്ടോ നമ്മളെ കല്യാണം ഉണ്ടാക്കിയത്. ഓനോ എൻ്റെ പെണ്ണുങ്ങളും കൂടി നമ്മളെ ബ്രോക്കർ ഓലാണ് നമ്മളെ കല്യാണമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ പോന്ന് കുറച്ചായപ്പം പിന്നെ അത് ഐസമോളെല്ലാം ഉറക്കമൊക്കെ ആയിട്ടോ. ഇങ്ങനെ ഉറക്കം തൂങ്ങി ആടുണ്ടായി. പിന്നെ നേരെ എൻ്റെ മടി കിടന്ന് കണ്ടാണ്ട് ഉറങ്ങിട്ടോ. പിന്നെ നേരെ ഷെമി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ ഷെമി ഇറങ്ങിയതൊന്നുമില്ല കേട്ടോ. പോവുകയാണെന്നും പറഞ്ഞാണ്ട് അങ്ങനെ പോയി. ഇവിടെ വന്ന് ഇറങ്ങി ഞങ്ങൾ ഡ്രസ്സും കൂടി മാറിയില്ല കേട്ടോ. ഒരു ഗ്ലാസ് ചായ ഒന്ന് അതും കുടിച്ച് നേരെ അടുത്ത വണ്ടി കയറിയിരുന്ന് പിന്നെ നമ്മൾ കാവനൂർ പോകാൻ കേട്ടോ സാധനമൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട്. അപ്പോൾ മോൻ്റെ ഒപ്പമാണ് പോണത്. മോനിൻ്റെ ആങ്ങള കേട്ടോ. അപ്പോൾ ഒരു മയിൽ വന്നിട്ടുണ്ട്. അതിനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. മയിലുകൾ നമ്മളിങ്ങോട്ടൊക്കെ വരും കേട്ടോ, മുറ്റത്തേക്കൊക്കെ വരും. ഞാൻ മുന്നൊരു വീഡിയോയിൽ എടുത്തീനി. അങ്ങനെ നമ്മൾ നേരെ പോയി പൊണ്ണൂൻ്റെ അടുത്തേക്ക് കേട്ടോ. പിന്നെ പൊണ്ണൂനും കുട്ടികളെയും ഓളോടുന്ന് എടുത്തേക്കാണ്ട് കാവനൂർ വന്ന് നമ്മൾ അലിഫിൽ കയറിട്ടോ. നമുക്ക് കുറേ സാധനമൊക്കെ വാങ്ങാണ്ടല്ലോ. അവിടെ എത്തിയപ്പോൾ പൈസമോൾ ഇതാ മുന്നേക്ക് പായുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അങ്ങോട്ട് പോയി നല്ല പരിചയം ഉണ്ട്. എന്നിട്ട് ഓൾ മുന്നേക്ക് പായ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോഞ്ഞിട്ടോ. പിന്നെ നമ്മൾ ഇതാ സാധനമൊക്കെ എടുക്കാൻ തുടങ്ങി. പാത്രമൊക്കെ എടുത്ത് സാധനമൊക്കെ എടുക്കൽ തുടങ്ങിട്ടോ. അപ്പോൾ പൊണ്ണു ഇതാ ഓരോന്ന് നോക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ഐറ്റം പുഡിങ് ഉണ്ടാക്കണതിനോട് തന്നെ 4 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ കേട്ടോ. പൈസ മോൾ ഇതിപ്പോൾ എന്താ അതൊക്കെ എടുക്കണമെന്ന് കരുതിയിട്ട് ഓൾ അന്തം പൊട്ടിട്ടുണ്ട് കേട്ടോ. പൊണ്ണു ഇതാ കുട്ടീനെയൊക്കെ മോനെ ഏൽപ്പിച്ചാണ്ട് കുട്ടി ഉണ്ടായിട്ട് എടുക്കാൻ കഴിയണില്ലേ. എന്നിട്ട് കുട്ടീനെയൊക്കെ മോൻ്റെ ഏൽപ്പിച്ചങ്ങോട്ട് തുടങ്ങി എടുക്കലിട്ടോ. അത് പിന്നെ ഒക്കെപ്പാടെ കാണൂല്ല. അപ്പോൾ എന്തൊക്കെ എടുക്കേണ്ടത് എന്തൊക്കെ കാട്ടേണ്ടതെന്ന് വീരല്ല. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ പിന്നെ അടുത്ത ഫാൻസിയിലൊന്ന് കയറി. അപ്പോഴാണ് ഐസമോക്ക് ഇത് വേണം പറഞ്ഞിക്കാണ്ട് അങ്ങനെ അതും ഒന്ന് എടുത്തിട്ടോ. പിന്നെ ഫാൻസിയിലല്ലേ അവിടെ പലതും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും വാങ്ങിയതൊന്നുമില്ല. ഒക്കെ ഒന്ന് നോക്കിയിട്ടോ. നോക്കാൻ തന്നെ നല്ല രസമാണല്ലോ ഇതൊക്കെ പാടെ കാണാൻ. അങ്ങനെ ഓരോന്ന് നോക്കി. പിന്നെ മോനും ഉണ്ട് കേട്ടോ നമ്മളൊപ്പം. മോൻ ഇതൊക്കെ പാടെ കണ്ട് അന്തം പൊട്ടണം എത്താപ്പോൾ ഇതൊക്കെ സംഗതി വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് ഐസമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പിന്നെ ഞങ്ങൾ മൈൻഡ് വെച്ചില്ല. പിന്നെ ബില്ലടിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ബില്ലടിക്കാൻ കൊടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിക്കാണ് എത്ര ബില്ല് വരുന്നതെന്നുള്ളത്. വാപ്പ നമുക്ക് പൈസ കിട്ടുന്നതിന് കേട്ടോ. വാപ്പനെ ഇഞ്ഞും വിളിച്ചേണ്ടി വരുമോ എന്നൊക്കെ കരുതിയിട്ടുള്ള നോക്കിയിരിക്കലാണ് കേട്ടോ. പിന്നെ വിളിച്ചേണ്ടി വന്നു കേട്ടോ. കാരണം ബില്ല് കണ്ട് ഞങ്ങൾ നെട്ടി. അപ്പോൾ മോനെ ഞങ്ങൾ നോക്കുക കേട്ടോ. ബില്ല് കാട്ടി കൊടുക്കുകയാണ് മോനെ. ഞങ്ങൾ നെട്ടിക്കണ്. അപ്പോൾ ഓനെന്തെങ്കിലും പിയ്യാൻ വകുപ്പുണ്ടോ നോക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കൊടുത്ത് ബില്ലൊക്കെ കൊടുത്ത് പിന്നെ ഫ്രൂട്ട്സ് കടയിൽ വന്നിട്ട് മാങ്ങയും കൂടി വാങ്ങിട്ടോ. മാങ്ങ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയും കൂടി വാങ്ങി. അങ്ങനെ നേരെ പെരയെ പോന്നു കേട്ടോ. പിന്നെ ഒന്നും വാങ്ങിയതൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ പെരയിലെത്തി. പിന്നെ പണി തുടങ്ങിട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ പുഡിങ് പണി തുടങ്ങിട്ടോ അല്ലേ. സെറ്റ് ചെയ്യൽ തുടങ്ങി. നമ്മൾ താത്തിയാണ് മെയിന്. പക്ഷെ ഓള് തട്ടൊക്കെ ചുറ്റി കെട്ടിക്കാണ്ടാണ് പണിയെടുക്കണത് കേട്ടോ. അപ്പൊ കാണിച്ചാൽ പറ്റും. അപ്പൊ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ ജഗപോക വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്റെ പണി പറഞ്ഞാൽ അവിടെ ഇവിടെ കേക്കലും നന്നാക്കലും ഇതൊക്കെയാണ് എന്റെ പണി. പിന്നെ ആരൊക്കെ ഉള്ള ഇവിടെ പണിക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കലിയിലെ അടുത്തത് നമ്മളെ മോളും പിന്നെ പൊണ്ണു സൈഡ് കട്ട് ചെയ്യണ്ട്. ബ്രെഡ് ഓക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെ കട്ട് ചെയ്യേണ്ടത്. നിങ്ങളെ മരുവക്കത്തെ ബ്രെഡും സൈഡ് കട്ട് ചെയ്യാനും അറിയില്ല തോന്നുന്നില്ല പൊണ്ണു. പിന്നെ അതായത് നമ്മളെ പുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ചിരണ്ടാൻ ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മള് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ചിച്ച ഇങ്ങനെ കാണിച്ചു തരാം. ഒക്കെ ഒന്നും കാണിച്ചു തരാം. എന്റെ ഫോണില് സ്പേസ് ഇല്ലേ. സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കേ. സ്പേസും ഇല്ല. കാണിച്ചു തരും. പൊണ്ണു ചെയ്യണതായിരിക്കും. അപ്പൊ ഇതാ ബട്ടർ പിന്നെ ഇതാ ബട്ടറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കത്തിച്ചണോ എന്നിട്ട് തിരിച്ചേ. അപ്പൊ നമ്മള് എത്ര ഐറ്റം പുഡിങ് ഉണ്ട്. അപ്പൊ ഞാൻ പൊണ്ണൂനെ തട്ടൊക്കെ ഇടിച്ചിന്. ഓള് ചുരുട്ടി കെട്ടിയാലേ ഒക്കെ പണിക്ക് സ്പീഡ് കിട്ടുള്ളൂ എന്നോള് പറയണത്. അല്ല
മനസ്സിലായില്ല. ആ ആ ആ പിന്നെ ഇന്ന് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? നാളെ വരുന്നവർക്ക് 4 ഐറ്റംസ് ആയിട്ടുള്ളത്. ആ അതില് നമ്മള് പുതിയത് നമ്മൾ കണ്ടുപിടിച്ച പുഡിങ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ എന്താ പറയാ, ഇളനീ പുഡിങ് ഇനി ഇവൽക്കൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ കിട്ടാല്ലാത്തതിനോട് ഇവന് എന്നാള് ഞാൻ ഉണ്ടാക്കിയ ഇളനീന് ഭയങ്കര ഇഷ്ടായില്ലേ. കുട്ടീനെ നോക്കാൻ ഓനെ ഏൽപ്പിച്ചൊക്കെയാണ് അതിനാണെങ്കിൽ സുഖമില്ല കേട്ടോ, പനി ഇതൊക്കെ ഉണ്ട് ചെറുതായിട്ടില്ല പെണ്ണും. അപ്പോൾ ബട്ടർ തേച്ച് ഇങ്ങനെ ആക്കാട്ടോ. അപ്പൊ നമ്മള് പണികൾ അട്ടൊക്കെ തന്നെ ഞാൻ കെക്കി കൗത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തുടച്ചെടുക്കണം. അറിയില്ല എന്നൊക്കെ എന്റെ പെണ്ണുങ്ങൾക്ക് ഒത്തും അറിയില്ല എന്നൊക്കെ പറയണ ഞങ്ങൾ പോണില്ല. എന്താണ്ടി പിന്നെ അതാ ബാപ്പി ഇറങ്ങിന കേട്ടോ പണിക്ക്. ഇവിടെ ആളെ കുറവായോണ്ടേ ഉള്ളോലൊക്കെ പിടിച്ച് ആ സാറ് നിങ്ങൾ എപ്പോ വരണ്ടീനി? കുറച്ച് മുന്നേ വരണ്ടീനി. പിന്നെ അത് എല്ലാ ബ്രെഡിനും ഞാൻ ബട്ടറിലിട്ട് കാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ട്രേയിൽ നിരത്തി വെക്കുന്നുണ്ട്. നമ്മളെല്ലാം ഞാൻ മോളും ഉണ്ടായി, അല്ല കലീലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കലീലും വന്നിട്ടോ പിന്നെ നിരത്താൻ. മോളും ആണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ഒരാളായിട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിരത്തുന്നതിൻ്റെ ഇടയിൽ പൊണ്ണു അപ്പുറത്തേക്കുള്ള കസ്റ്റാർഡും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് ഒക്കെ വേവിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ആ സംഭവം. അപ്പോൾ ഇതാക്കണം ആവും സെറ്റാക്കുന്നുണ്ട്. ഞാൻ ഇതും നിരത്തുന്നുണ്ട് കേട്ടോ. ഈ കസ്റ്റാർഡ് പിന്നെ ഈ കൊഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണും കേട്ടോ. ഞാൻ കുറേയൊക്കെ നോക്കിയിന്ന്. അതിൻ്റെ ഇടയിൽ പിന്നെ ഇത് സെറ്റ് ചെയ്യാനും പോകും. അതിൻ്റെ ഇടയിൽ എൻ്റെ മകള് വിളിച്ചുമ്പോൾ അതിനും പോകും. അങ്ങനെയൊക്കെ കൂടി നല്ലൊരു രസമായിരുന്നു കേട്ടോ സംഭവം. സത്യം പറഞ്ഞാൽ വോയിസ് കൊടുക്കേണ്ടിന് കേട്ടോ. അതിന് വിറ്റ് നമ്മൾ വർത്താനും അതൊക്കെ ആയിരുന്നു കേട്ടോ രസം. പിന്നെ നമ്മൾ ഉമ്മൂട്ടി മേമ വന്നു കേട്ടോ. ഉമ്മൂട്ടി മേമ ഓള് വന്നപ്പോഴത്തേനും നല്ല രാത്രി ആയിരുന്നു കേട്ടോ. നല്ല വൈകിക്കണ്. ഓളോളെ കുട്ടികളെ മദ്രസൊക്കെ വിട്ടാരേട്ടോ വന്നത്. അപ്പോൾ ഇത് അപ്പോഴത്തേനും കലിയിലും വാപ്പയൊക്കെ ചോറുന്നേരം തുടങ്ങിയിരിക്കണം കേട്ടോ. ഉറങ്ങാനും വേണ്ടിയിട്ടേ ഒരു നേരത്തെ ഉറങ്ങാനും വേണ്ടി കലിയിലായിട്ടതൊക്കെ ക്യാരറ്റിൻ്റെതൊക്കെ ഇട്ട് സെറ്റ് ചെയ്തത്. പിന്നെ ബിസ്ക്കറ്റിൻ്റെ ഒന്നും ഉണ്ടാക്കി കേട്ടോ. ഇത് ബിസ്ക്കറ്റിൻ്റെതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫൈനൽ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മൾ വെക്കാനുള്ളത്. ഇത് നമുക്ക് തിന്നാനുള്ളതാട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞ് എത്തിനാണ് ചട്ടി ഒടിക്കാൻ. അപ്പൊ മുട്ടി ചട്ടി ഒടിക്കാനൊക്കെ ആളെ വിളിക്കൽ തുടങ്ങി കേട്ടോ. അപ്പൊ 4 ഐറ്റംസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നമ്മക്കുള്ളതാട്ടോ. ഇത് നമ്മക്കുള്ളത് പറഞ്ഞാല് അമ്മ പെരക്കാർക്ക് തിന്നാന്. ഇത് അവിടെ വെച്ചുകൊടുക്കാനുള്ളതാട്ടോ. വൃത്തിക്കുള്ളതൊക്കെ വെച്ചുകൊടുക്കാന്. ഇത് ബാക്കിയുള്ളതിനോടൊക്കെ തട്ടിക്കൂട്ടിയതാട്ടോ. ഇതെന്താ പൊണ്ണു? ഇത് ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇത് ക്യാരറ്റ് വെച്ച് കണ്ടാറിയാം ക്യാരറ്റിന്റെ പുഡിങ്ങാണ്. ഇത് മാംഗോ കണ്ടാലറിയാം മാംഗോന്റെ പുഡിങ് ഒക്കെ കണ്ടാ. ഇത് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റും അതേപോലെ മറ്റേ ബിസ്ക്കറ്റിന്റെ ആറാറൂട്ടിന്റെ ബിസ്ക്കറ്റും കൂടിയിട്ടുള്ള മേരിഗോൾഡ് കൂടിയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെതാണ് ഇത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ. അതിന്റെ പൊടി കുറച്ച് ഇതിലായിന്. ഇനി ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഇത് പിന്നെ നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഇങ്ങനെ ഭംഗിക്ക് ഇട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ഒക്കെ ആയോണ്ടിരിക്കുകയാണ്. കിച്ചൺ ഇതാ ക്ലീൻ ആക്കൽ തുടങ്ങിയതിന്. മുട്ടി ഇവിടെ മോറലും കേക്കലൊക്കെ പണിയിലാണ്. കുറച്ച് ക്രീം ബാക്കിയാണ് കേട്ടോ. അതുകൊണ്ട് ഓളിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കും. പറഞ്ഞോ പറഞ്ഞോ. ഇല്ല ഇത് നമ്മക്കുള്ളതല്ലേ. അപ്പൊ അത്രയൊക്കെ മതിയില്ലേ. അതാ നമ്മളെ തലേന്നത്തെ പരിപാടികളൊക്കെ അവസാനിക്കാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ തലേന്നത്തെ. അവസാനിച്ചില്ലല്ലോ കേട്ടോ. പുഡിങ് പരിപാടി അവസാനിച്ചിട്ടുള്ളൂ. ഇനി സാമ്പാറൊക്കെ ഉണ്ടാക്കാണ്ടെന്നാ പറയണത്. എനിക്കാണെങ്കിൽ ഇന്ന് എന്തോ ഒരു സുഖമല്ല. എൻ്റെ ഐസമോക്ക് പനി ഇതൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ണ് ചൊറിയ എന്തൊക്കെയൊക്കെ തകരാറ് എനിക്കും ഉണ്ട്. കണ്ണൊക്കെ ഞാൻ ചൊറിഞ്ഞ് ഇപ്പോൾ കുഴങ്ങിയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ലാസ്റ്റ് ഇനി തുടങ്ങി മുട്ടി ചട്ടി ഒടിക്കലൊക്കെ തുടങ്ങിയിരിക്കണ്. ഓക്ക് ഇനി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. ഓക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കാം കേട്ടോ. ടാറ്റാ ബൈ ബൈ.